എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്ക് പാകിസ്ഥാനെ തൊടുമ്പോൾ പൊള്ളുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മറ്റൊന്നുമല്ല. കോൺഗ്രസ് ഭരണകാലത്ത് പാകിസ്ഥാനുമായി മച്ചാ ബന്ധമായിരുന്നു. കാരണം 2008 ആ ഒരു കാലഘട്ടത്തിൽ സോണിയയും കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആ ഒരു മുറിവ് ഉണങ്ങും മുൻപേ തന്നെ പാകിസ്ഥാന് നൽകിയതാകട്ടെ $25 മില്യൺ ധനസഹായമായിരുന്നു. ഭീകരവാദത്തെ ഒരു തരി പോലും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല എന്ന വ്യക്തമായ ബോധ്യമുള്ള ഒരു പാർട്ടിയാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ഇന്ത്യ പാക് സംഘർഷ വേളയിലാണെങ്കിൽ പോലും കോൺഗ്രസ് പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ അല്ലാതെയും പരോക്ഷമായും പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു പോരുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. 2008 പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം നടന്ന സമയത്താണ് കോൺഗ്രസ് പാകിസ്ഥാന് കൈ അയച്ചുകൊണ്ട് സഹായം നൽകിയിരിക്കുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുറിവ് ഉണങ്ങും മുൻപേ തന്നെ പാകിസ്ഥാന് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം നൽകിയ UPA സർക്കാരിന്റെ നിലപാട് വീണ്ടും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ BJP അടക്കം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനസഹായം നൽകിയതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം എന്നതാണ് അമിത് മാളവ്യ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് $25 മില്യൺ UPA സർക്കാർ നൽകിയത്. 174 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർ പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണം നടന്ന് 2 വർഷത്തിനുള്ളിലായിരുന്നു ഈ ധനസഹായം നൽകിയതും. മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയായ പാക് ഭീകരൻ അജ്മൽ കസബ് ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന അതേ സമയത്ത് തന്നെയാണ് $1 മില്യൺ ധനസഹായം പാകിസ്ഥാന് നൽകിയതും. 2010 ഓഗസ്റ്റിലായിരുന്നു പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കവും കൃഷിനാശവും ഉണ്ടാകുന്നത്. ആദ്യം 5 കോടിയുടെ ധനസഹായമായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിൽ പോലും പിന്നീട് പാകിസ്ഥാനിലെ സ്ഥിതി ഗുരുതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വീണ്ടും $20 മില്യൺ കൂടി അധികം നൽകുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അന്നത്തെ വിദേശകാര്യമന്ത്രി SM കൃഷ്ണ പാർലമെന്റിൽ വിഷയത്തിൽ സ്വമേധയാ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. സുവോമോട്ടോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതീവ വികാരാധീതനായാണ് കൃഷ്ണയുടെ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ധനസഹായം നൽകിയതെന്നും അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നുണ്ട്. സോണി അടക്കമുള്ളവരുടെ നിർദ്ദേശമില്ലാതെ തന്നെ മൻമോഹൻ സിംഗ് ഇത്തരമൊരു തീരുമാനം എടുക്കില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. നിരപരാധികളെ കൊന്നൊടുക്കിയ പാകിസ്ഥാനോട് രാഹുലും കോൺഗ്രസും പ്രീണനം തുടരുമ്പോഴാണ് ഈ ഒരു പഴയ നടപടി ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നതും. പാക് ഭീകരതയ്ക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വൻതുക ധനസഹായം നൽകിയതെന്ന് BJP ദേശീയ വക്താവായ അമിത് മാളവ്യ ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത്? ഇത് അനുകമ്പയാണോ അതോ കൂട്ടുകച്ചവടമാണോ എന്നും കോൺഗ്രസ് അന്നും ഇന്നും എന്തിനാണ് ശത്രു രാജ്യത്തെ പിന്തുണയ്ക്കുന്നതെന്നും ശത്രുക്കളോട് മൃദുഭാവം ഭീകരതയെക്കുറിച്ച് മൗനം, ഇതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മാതൃക എന്നും അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല SM കൃഷ്ണയുടെ പഴയ ഒരു പ്രസംഗവും അദ്ദേഹം Xൽ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതും. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയാകട്ടെ പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നതും. അതേസമയം കഴിഞ്ഞ ദിവസം പോലും എന്തിനധികം പറയുന്നു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ പാക് സംഘർഷ വേളയിൽ അതിന്റെ 2ാം തവണ ആ പ്രതികരണം അറിയിച്ചുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പ്രസംഗത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പരാമർശം നടത്തിയിരിക്കുന്നത്. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ടാണ് ക്യാമറകൾ ഓണായിരിക്കുമ്പോൾ മാത്രം നരേന്ദ്രമോദിക്ക് രക്തം തിളയ്ക്കുന്നതെന്നാണ് ചോദിച്ചത്. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ അഭിമാനമാണ് കോട്ടം വരുത്തിയതെന്നും അദ്ദേഹം പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. Xലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരണം അറിയിച്ചതും. മോദിജി, പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുമെന്നും തീവ്രവാദികളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന എന്തിനാണ് വിശ്വസിച്ചതെന്ന് ഞങ്ങളോട് പറയൂവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തലകൊലിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യ താല്പര്യം ബലികഴിച്ചത് എന്തിനാണ് എന്നും അതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ്, താങ്കൾ രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തിയെന്നും രാഹുൽ ഗാന്ധി Xലൂടെയാണ് കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു പരാമർശം നടത്തുന്നതിന് മുന്നേ തന്നെ കുറച്ചധികം വർഷങ്ങൾ പിന്നോട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നതാണ് പൊതുജനങ്ങൾ പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.